ഇപ്പൊ 7 വണ്ടി കിടക്കണ്ട അവിടെ ആകെ ഒരെണ്ണം മാത്രമേ ചേട്ടൻ ചെയ്യാത്തുള്ളൂ. ബാക്കി ഒരെണ്ണം ഉണ്ടായിരുന്ന വണ്ടിയാണ് ആദ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടിയാണ് ചേട്ടൻ ചെയ്താക്കണേ. ഒരാളുടെ കയ്യിലുള്ള വണ്ടിയും ചേട്ടൻ ചെയ്തിട്ടുണ്ട്. 21 ഉള്ളത് അത്ര വലിയ പുള്ളിക്ക് ഇതാണ് നമ്മുടെ സുഹൃത്ത് മറഡോണ ഭായ്. നമസ്കാരം. എങ്ങനെയുണ്ട്? അടിപൊളി. നന്നായി പോണൂല്ലേ? കുറെ വണ്ടികൾ എടുക്കണ്ടല്ലോ, ഇഷ്ടം പോലെ. അപ്പൊ റീസെന്റ് വന്ന ഇപ്പൊ ഈ വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഈ പ്രത്യേകത എന്താ? ഈ വണ്ടിയുടെ പ്രത്യേകത പക്ഷെ ഇതിന്റെ സീറ്റാണ് പ്രത്യേകത. ഇതിന്റെ സീറ്റ് ചെറിയ മറ്റേ സീറ്റിനെക്കാട്ടും കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യണത്. എനിക്ക് തോന്നുന്നതാണോ അറിയില്ല കേട്ടോ. അപ്പോൾ ഈ സീറ്റിനെ കുറിച്ച് പറയാൻ ഹരിതര പുഷ്പാക്ക് സീറ്റുകളാണ് വന്നിട്ടുള്ളത്. നമസ്കാരം. വണ്ടി മച്ചാനാണ്. എന്താ കോടയൊക്കെ ആയിട്ടാവുന്നല്ലേ? അപ്പോൾ നമ്മൾ കേരളത്തിൽ മഴ തവണ കുറവായിരുന്നു. പക്ഷെ ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് മാളയിലാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി എടുക്കാൻ വന്നതാണ്. അപ്പോൾ നല്ല മഴ, ഇടയ്ക്ക് വെച്ചിട്ട് മഴ ഒന്ന് തോർന്നു, പക്ഷെ വീണ്ടും മഴ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട ഇല്ലാതെ ഇൻട്രോ പറയാൻ പറ്റില്ല. അപ്പോൾ വണ്ടി മച്ചാൻ്റെ പുതിയ വീട്ടിലേക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി സെഡ്ബ്രോ. അപ്പോൾ ഇന്ന് മഴയുടെ ദിവസം തന്നെ നമുക്ക് വണ്ടി വീഡിയോ ചെയ്യാനായിട്ട് വന്നൂല്ലേ. പക്ഷേ മഴ നോക്കിയിരുന്നാൽ ശരിയാവില്ല. വണ്ടിക്ക് സെറ്റ് വർക്ക് BRSൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ഓടി വന്നേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മളൊരു സെഡ്ബ്രോ ചെയ്തിട്ടുണ്ട്. ഒന്നല്ല, അത് 4ാമത്തെ വണ്ടിയാണ് സെഡ്ബ്രോ നമ്മൾ ചെയ്യണത്. ഒരു ഇരിങ്ങാലക്കുട വെച്ചിട്ട് നമ്മളൊരു 2 സൈഡ് കളറുള്ള ടൈപ്പ് വണ്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ഡെറോഡ് എടുക്കുകയും ചെയ്ത് ആ വണ്ടി സെഡ്ബ്രോ അന്ന് നമ്മൾ ചാനലൊക്കെ തുടങ്ങിയിട്ട് 2ാമത്തെ വർഷം 3ാമത്തെ വർഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ചാനൽ തുടങ്ങിയിട്ട് 6ാമത്തെ വർഷം റൺ ചെയ്യുന്നു. അപ്പോഴും നമ്മൾ മറഡോണ ഭായി ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പോൾ മറഡോണ ഭായി നമ്മുടെ സുഹൃത്താണ്, അടുത്ത സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് സെഡ്ബ്രോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി 4ാമത്തെ വണ്ടി നമ്മൾ ഇവിടെ വീണ്ടും ചെയ്യാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ആ കിടക്കുന്ന വണ്ടിയുണ്ടോ, ഗ്രീൻ ബേർഡ്, അതാണ് നമ്മൾ റീസെൻറ്റ് ലാസ്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷം പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഇപ്പോൾ ഈ വണ്ടിയാണ്. നമ്മൾ ആളുടെ ഒരുവിധമുള്ള എല്ലാ വണ്ടികളും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെഡ്ബ്രോ എന്ന് പറഞ്ഞാൽ 12 മീറ്റർ വണ്ടിയാണ് വരുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് ഇവർ ഒരു 12 മീറ്റർ വണ്ടി എടുക്കുന്നത്. ETP ആണ്. 45 പുഷ്പാക്ക് സീറ്റുകളൊക്കെയാണ് ഇതിൽ വരുന്നത്. വണ്ടിയുടെ ഒരു കളർ ടോണ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നല്ല രസമുണ്ടല്ലേ കാണാൻ. ഒരു ചാണകപ്പച്ച, നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയില്ല. ചാണകപ്പച്ച കളറും പ്ലസ് ഒരു ബ്ലൂ ഷെയ്ഡോ ബ്ലാക്ക് ഷെയ്ഡോ എന്തൊക്കെയോ അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. ശരിക്കും പറയുക പ്രത്യേക ഒരു എന്താ പറയുക, വല്ലാത്തൊരു പെയിൻറ്റ് തന്നെ അല്ലേ. സെഡ്ബ്രോ എന്ന് പറഞ്ഞാൽ അവരുടെ ഫോണ്ട് അത് ഭയങ്കര വൈറലാണല്ലോ അല്ലേ. എല്ലാ ആൾക്കാർക്കും അറിയാം ആ സെഡ്ബ്രോൻ്റെ ആ ഫൗണ്ടനെ കുറിച്ചിട്ടൊക്കെ. സെഡ്ബ്രോ അത്യാവശ്യം സിനിമകളിലും വന്നിട്ടുണ്ട്. ഒരു ദിലീപിൻ്റെ ഒരു സിനിമ ഏതാണെന്ന് നമുക്കറിയില്ല, അവർ ആ സിനിമയിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കളറിനെ കുറിച്ച് പറയുക വെച്ചാൽ ഹൈപ്പർ ഷിഫ്റ്റ് കളറാണ് അതിന് വരുന്നത് കേട്ടോ. ഹൈപ്പർ ഷിഫ്റ്റ് എന്നാണ് പറയുക. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വേറൊരു കൊച്ചു സെലിബ്രിറ്റിനെ നമ്മൾ കണ്ടു, ധനിഷിക. അവരുടെ അച്ഛനും അമ്മേനെയൊക്കെ പരിചയപ്പെടാൻ പറ്റി, മോളെ പരിചയപ്പെടാൻ പറ്റി. അത് വലിയൊരു കാര്യമായിട്ട് കാണുന്നു. ഭയങ്കര മോളിപ്പോൾ 4 വയസ്സായിട്ടുള്ളൂ, പക്ഷെ ഇപ്പോൾ തന്നെ മോള് ഒരുപാട് വണ്ടികളിലൊക്കെ പോയിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ളൊരു ടീമാണ്. ഈ കുട ഞാൻ വെച്ചിട്ട് എടുക്കണ കാരണമാണ് ഈ വിറയിൽ വരണേ. കുടയുണ്ട്, കുടയില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റില്ല. മഴ പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ മഴ പോകണില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. അതുകൊണ്ടാണ് ചെറിയൊരു വിറച്ചിലൊക്കെ വരണേ. മഴ പെയ്തുകൊണ്ടിരിക്കുക ഇവിടെ. അപ്പോൾ ഇനി മഴ പോകുമെന്ന് വിചാരിച്ചിരുന്ന 4 മണി സമയം നമുക്ക് വീഡിയോ എടുക്കൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത്, സെഡ്ബ്രോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊരു സെഡ്ബ്രോ പവേഡ് ബൈ മേൽപ്പാടം. മേൽപ്പാടത്തിൻ്റെ വണ്ടി നിങ്ങൾ മുന്നേയും കണ്ടിട്ടുണ്ടായിരിക്കും ഇറങ്ങിയിട്ടുള്ളത്.
അപ്പോൾ അദ്ദേഹം നമ്മുടെ സുഹൃത്താണ് കേട്ടോ. അപ്പോൾ ആളാണ് പവേഡ് ബൈ മേൽപ്പാടം. അദ്ദേഹത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് വണ്ടിയുടെ. അപ്പോൾ ഇതൊരു ചാണകപ്പച്ച കളറാണ്, ഹൈപ്പർ ഷിഫ്റ്റ് കളറാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി. ഈ വണ്ടിയുടെ ഒരു പ്രത്യേക വൈബായിട്ടുള്ളൊരു വണ്ടിയാണ്. ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. സെഡസ്ത്ര കവറിലാണ് വണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയണ പോലെ ഇവിടെ DRL ലൈറ്റ്, അതുപോലെ ഹെഡ് ലാമ്പ്സ്, പ്രകാശിൻ്റെ ലോഗോ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അവിടെ നിന്ന് വരുമ്പോൾ കസവ് കൊണ്ടൊക്കെ ചുറ്റിച്ച് മാലയൊക്കെ ചാർത്തി പുത്തൻ വണ്ടിയാണ്. വണ്ടി എടുത്ത് വരുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വന്നു. നമ്മുടെ പ്രത്യേകത അതാണല്ലോ, പെട്ടെന്ന് തന്നെ നമ്മൾ വന്ന് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ടിലത്തെ കാഴ്ച കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം. ഈ സൈഡിലേക്ക് വന്ന മഴ പെയ്യണ കാരണം കുറച്ച് സീനാണിത്. എന്താ വെച്ചാൽ നമ്മുടെ ലെൻസിലേക്കൊക്കെ ഈ മഴത്തുള്ളികൾ വീഴുക. അപ്പോൾ അതൊരു സീനാണ്. ഒന്ന് തുടക്കട്ടെ. അപ്പോൾ മഴത്തുള്ളികൾ വീഴുകയാണ്. അപ്പോൾ അത് വെച്ചാൽ പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുട കണ്ട കുട വെച്ചിട്ട് എടുക്കണേ. മഴത്തുള്ളികൾ വീണ ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഇത് കട്ട് ചെയ്തിട്ടൊക്കെ എടുക്കണേ കേട്ടോ. അപ്പോൾ ഈ സൈഡിൽ വരികയാണെങ്കിൽ ഇപ്പോൾ ഇതുപോലുള്ള മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കസവ് കൊണ്ടൊക്കെ എടുത്ത് നല്ല അടിപൊളി വണ്ടി വന്നിട്ട് ആകെ രണ്ടാമത്തെ ദിവസമായിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കാണ് വണ്ടി വശം വന്ന് വീഡിയോ എടുത്തു. പിന്നെ പാർക്കിംഗ് ലൈറ്റുകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല രസമുണ്ട് അല്ലേ. പിന്നെ ഇതിൻ്റെ സ്പെക്ക് കാര്യങ്ങളൊന്നും പറയില്ല. നമ്മൾ കുറേ വണ്ടികൾ 12 മീറ്റർ നമ്മൾ ചെയ്തതാണ്. 6 സിലിണ്ടർ വണ്ടിയാണെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് തവണ പറഞ്ഞതാണ്. അകലയിൽ നിന്ന് വണ്ടി കാട്ടിത്തരാം. ഇതാണ് വണ്ടിയുടെ ഓവറോൾ ലുക്ക്. എങ്ങനെയുണ്ട്? നമ്മൾ ചിലർ പറയും നമ്മൾ സ്പീഡ് കൂടുതലാണെന്ന്. അപ്പോൾ നമ്മൾ ഒതുക്കി പറയണേ. അപ്പോൾ ഒരു ചാണകപ്പച്ച കളറ് ഇവിടെ വെച്ച് നോക്കുമ്പോൾ പച്ച തന്നെയാണ്. അങ്ങോട്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് തീമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതാണ് ഹൈപ്പർ ഷിഫ്റ്റിൻ്റെ ഒരു പ്രത്യേകത കേട്ടോ. പിന്നെ പ്രകാശ് എന്ന് പറഞ്ഞ ലോഗോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മഞ്ഞ കർട്ടനാണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. പിന്നെ ബോഡി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഓരോരോ നമുക്ക് തുറക്കാൻ പറ്റുന്നതാണ്. ഒന്ന് ബാറ്ററി ബോക്സിൻ്റെ ഏരിയ, ഒന്ന് സ്പെയർ വീലിൻ്റെ ഏരിയ, ഒന്ന് ലഗേജ് ബോക്സിൻ്റെ ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിതൊന്നും തുറക്കേണ്ട ആവശ്യമില്ല. വലിയ ഡിക്കിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ ഇതൊരു പാർക്കിംഗ് ഏരിയയാണ്. ബസ് കാര്യങ്ങളും എല്ലാ വണ്ടികളും കൂടെ പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഗ്രീൻ ബേർഡ് 2 വണ്ടി നമ്മൾ ചെയ്ത വണ്ടിയായി ഗ്രീൻ ബേർഡിൻ്റെ ഈ വണ്ടി. അതിവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അകലേന്ന് നോക്കുമ്പോഴാണ് വണ്ടിയുടെ ലുക്ക് കൂടുതൽ അറിയാൻ പറ്റുന്നത്. അപ്പോൾ അത് മാളയിലാണ് നമ്മൾ നിൽക്കുന്നത്. മാള പോണ ബസ്സൊക്കെ റൂട്ട് ബസ്സൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ബസ് ഈ ബസ്സിന് ഒരുമിച്ച് നിൽക്കുമ്പോഴാണ് ഈ ബസ്സിൻ്റെ വലുപ്പം ശരിക്കും മനസ്സിലാവണം. കണ്ട എത്രത്തോളം ഹൈറ്റ് ആണല്ലേ വണ്ടി. അതാണ് വലിയ ടിക്കറ്റ് പ്രത്യേകത. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പുറകിലത്തെ കാഴ്ചകൾ. അപ്പോൾ ഈ വണ്ടിക്ക് ഇനി ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. നമുക്ക് വണ്ടി ഒന്ന് വെഞ്ചിരിക്കാൻ കൊണ്ടുപോകണം. അപ്പോൾ വെഞ്ചിരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഞാൻ നമ്മുടെ സെലിബ്രിറ്റികളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. അപ്പോൾ ഒരുപാട് സെലിബ്രിറ്റി ഉണ്ട്. അച്ഛനും ഇതുപോലെ ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹത്തിനും ഇതുപോലെ കുറേ റീച്ചൊക്കെ ഉള്ള ആളാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഈ വണ്ടി വെഞ്ചിരിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ അപ്പുറമാണ്. അപ്പോൾ അവിടെ 10-15 കിലോമീറ്റർ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയിട്ട് വെഞ്ചിരിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ പുറകിൽ വരികയാണെങ്കിൽ വലിയ ഇടിക്കുകയാണെന്ന് പറഞ്ഞല്ലോ. പ്രകാശിൻ്റെ ലോഗോ പ്രകാശ് എന്നുകൊണ്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ പുറകിൽ വരുമ്പോൾ ഡിക്കിയുടെ സ്പേസ് കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ മുകളിലൊരു ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് സൂം ചെയ്ത് ചില സമയത്ത് എടുത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതിപ്പോൾ പറ്റാത്ത അവസ്ഥയിൽ ഒരു കയ്യിൽ കുടയും ഇതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ എടുക്കണം. എന്നാലും ഞാൻ കാട്ടിത്തരണ്ട. മഴ വീണത് ശരിക്കും ഇതിൽ കാണില്ലേ. അപ്പോൾ അതാണ് അവസ്ഥ. അപ്പോൾ മഴ മാറിയിട്ട് പറ്റില്ല നമുക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ബാക്കിലത്തെ കാഴ്ചകൾ. ടെയിൽ ലാമ്പ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് പുറകെ നമുക്ക് പറയാനുള്ളത്. നല്ല ഹൈറ്റാണ് വണ്ടി. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഒരുപാട് വണ്ടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയണ പോലെ വലിയ ഡിക്കി ആകുമ്പോൾ അതിൻ്റെ ഒരു അഴക് അതാണ്. സ്ലീപ്പർ ബസ്സുകളൊക്കെ പോലെ ഹൈറ്റാണിത്. അപ്പോൾ ഈ സൈഡിൽ വരികയാണെങ്കിൽ നമ്മൾ അപ്പുറത്ത് പറഞ്ഞ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ ഇനിയാണ് ഇവിടെയും പറയാനുള്ളത്. കൂടുതൽ പറഞ്ഞ് വെറുപ്പിക്കണില്ല, ലെങ്ത്ത് കൂടും, അതുകൊണ്ടാണ്. അപ്പോൾ മറഡോണമായ നമ്മുടെ സുഹൃത്താണ്, ഭയങ്കര സപ്പോർട്ടാണ്. ആൾ ഏത് വണ്ടി വന്നാലും നമുക്ക് പെട്ടെന്ന് വിളിച്ചിട്ട് തരും. നമ്മളൊരൊറ്റ കോളാ വേണ്ടോ. അത് വേറെ വല്ലൊരു പറഞ്ഞ പോലെ 2 ദിവസം കഴിഞ്ഞിട്ട് വാന്ന് പറയില്ല, സഡനായിട്ട് വന്നോ എന്നുള്ളൊരു ടോക്കാണ്. അതാണ് നമുക്ക് ഭയങ്കര ഇഷ്ടം. നമ്മുടെ അടുത്ത സുഹൃത്താണ് കേട്ടോ. നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളില്ല, അതിലത്തെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മറഡോണബായി. അപ്പോൾ ആളെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ഓട്ടം കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇവർ വേളാങ്കണ്ണി ട്രിപ്പുകളും ബൈക്കുള്ള പാക്കേജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്പർ ഇടാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വേളാങ്കണ്ണി പോകുന്ന ആൾക്കാരുണ്ടെങ്കിലും അതുപോലെ തന്നെ ഏത് തരം പാക്കേജ് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഫുൾ സപ്പോർട്ടുള്ള ഒരാളാണ്. മറഡോണബായും ഒരു സെലിബ്രിറ്റി കൂടിയാണ്. ആളെ ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഇതാണ്. സെഡ് ബ്രോ, ഈ ഹോളിഡേയ്സ് സെഡ് ബ്രോ എന്ന് പറഞ്ഞാൽ ആ പേജൊക്കെ ഭയങ്കര റീച്ചുള്ളൊരു പേജാണ്, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ഇതൊക്കെയാണ് വേണ്ട വിശേഷങ്ങൾ. ഓവറോൾ നമ്മൾ അപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇവിടെയും പറയാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് വെറുപ്പിക്കണില്ല. വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക് കാര്യങ്ങളൊന്നും കാണിച്ചു തന്നു മാത്രം. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ പുറത്തുനിന്നുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് വണ്ടിയുടെ ഉള്ളിൽ കയറാം.
അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. പുറത്ത് നല്ല മഴ കൂടി വരികയാണ്. അപ്പോൾ വണ്ടിയുടെ സീറ്റിനെ കുറിച്ച് ആദ്യം പറയാം. എല്ലാ വണ്ടിയിലും നമ്മൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു വെറൈറ്റി എല്ലാവരും പറയും എല്ലാം 12 മീറ്റർ അല്ല 80 ഇല്ലേ എന്ന് പറയും. പക്ഷേ ഈ വണ്ടി അപ്പോൾ ഇതിലൊരു വെറൈറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു വിഷാൻ ട്രാവൽസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലും വീഡിയോ ചിലപ്പോൾ ഞാൻ ഇതാണോ അതാണോ അറിയാൻ പറ്റില്ല. പക്ഷേ ആ വണ്ടിയുടെ സീറ്റ് പ്രത്യേകത ഉണ്ടായിരുന്നു, റെക്സിന് പ്രത്യേകത ഉണ്ടായിരുന്നു. അതിന് റെക്സിനാണ് പ്രത്യേകത ഉണ്ടായിരുന്നത്. അതൊരു വൈറ്റ് തീമിലൊരു സാധനമാണ് ചെയ്തേക്കണേ. പക്ഷേ ഇതിൻ്റെ സീറ്റാണ് പ്രത്യേകത. ഇതിൻ്റെ സീറ്റ് ചെറിയ മറ്റേ സീറ്റിനെക്കാട്ടും കുറച്ചുകൂടി വലിപ്പം കുറഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്യണത്. എനിക്ക് തോന്നുന്നതാണോ അറിയില്ല കേട്ടോ. അപ്പോൾ ഈ സീറ്റിനെ കുറിച്ച് പറയാൻ ഹരിതര പുഷ് ബാക്ക് സീറ്റുകളാണ് വന്നിട്ടുള്ളത്. നല്ല സ്ട്രോങ് സീറ്റുകളാണ്. ഇത് പൊട്ടിക്കാത്തതാണ് ശരിക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല. എന്നാലും കണ്ടില്ല, ഇതാണ് ഓവറോൾ ആ സീറ്റിൻ്റെ ഒരു സെറ്റപ്പ് ഘടന എന്ന് പറഞ്ഞാൽ കേട്ടോ. അതിൽ വാട്ടർ ബോട്ടിൽ ഹോൾഡറും അതുപോലെ തന്നെ റീഡിങ് ബുക്സിൻ്റെ ആ ഹോൾഡറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ കാലൊക്കെ വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ മുന്നിലുള്ള വണ്ടികളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അലുമിനിയത്തിൻ്റെ നമ്മുടെ ഫുട്പാത്തും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് വലിയ വെറൈറ്റി അല്ല, എല്ലാ വണ്ടികളിലുള്ളത് തന്നെയാണ്. പക്ഷേ വെറൈറ്റി ഈ സീറ്റാണ്. ഈ സീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഒതുക്കുള്ള ഒരു സീറ്റായിട്ട് തോന്നി. അതുപോലെ ഈ വണ്ടിക്ക് ഇതിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. ഉണ്ടോ? ഇത്രയും സ്പേസുകൾ വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇത്രയും സ്പേസ് വരുന്നുണ്ട്. അതായത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ അത് സുഖസുന്ദരമായിട്ട് പോകാൻ പറ്റും. ഇത് ടി വിയുടെ പോർഷനാണ്. ടി വി ഇല്ലല്ലോ, ടി വി ഒക്കെ വരും. BRSലാണ് വർക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഇത് നമ്മുടെ ബെർത്തിൻ്റെ ഭാഗമാണ്. ബെർത്തിൽ ഇപ്പോൾ ഇതുപോലെയാണ് അതിൻ്റെ ലൈറ്റ്, അതുപോലെ ഈസ്റ്റർ വെൻറ്റ്, ചാർജിങ് പോർട്ടൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കണത്. നിങ്ങൾക്ക് എല്ലാം അറിയണ പോലെ. അപ്പോൾ 12 മീറ്റർ വണ്ടി ആയതുകൊണ്ട് തന്നെ 1, 2, 3, 4, 5 ഫാൻ 2 സൈഡിൽ 10 ഫാൻ ടോട്ടൽ കൊടുത്തിട്ടുണ്ട്. ഓരോ പില്ലർ അതിലും മുകളിൽ ഫാൻ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഓവറോൾ വണ്ടിയുടെ ഉള്ളിലത്തെ വിശേഷങ്ങളൊക്കെ കേട്ടോ. നമ്മൾ ഒരുപാട് പറഞ്ഞ് വെറുപ്പിക്കണില്ല. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ സെലിബ്രിറ്റികൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് കാണിക്കാനുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവരെയൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കുന്നതും പിന്നെ ഇതിൻ്റെ പെയിൻറ്റ് നമുക്ക് സെറ്റാക്കി തന്ന 2 ചേട്ടന്മാരുണ്ട്. അവരുടെ വിശേഷങ്ങളും മറഡോണയുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ ഞാൻ പറഞ്ഞ ഒരു കുഞ്ഞ് സെലിബ്രിറ്റി ഉണ്ട് ആ മോളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിൽ കാണിക്കാം. പിന്നെ വണ്ടി വെഞ്ചരിക്കാൻ കൊണ്ടുപോവാണ്. വെഞ്ചരിച്ചിട്ട് നമുക്ക് വണ്ടിയൊക്കെ ഒന്ന് ഓടിച്ച് നോക്കി ബാക്കി കാര്യങ്ങളൊക്കെ കിടക്കാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഉണ്ടോ ഇത്രയും സ്പേസ് വരുന്നുണ്ട്. 45 പുഷ് ബാക്ക് സീറ്റുകൾ 45 പുഷ് ബാക്ക് സീറ്റുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഇത്രയും സ്പേസാണ് വരുന്നത്. ഇതിൽ എമർജൻസി എക്സിറ്റിൻ്റെ ഭാഗമാണ്. 2, 3, 4, 5 സീറ്റുകളാണ് ഇവിടെ വരുന്നത് കേട്ടോ. സീറ്റിൻ്റെ ഒരു ടോണ് കണ്ടില്ലേ, ഒരു ഗ്രേ ആൻഡ് റെഡ് തീമിലാണ് ടോണ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. പിന്നെ കർട്ടൻസ് നമ്മുടെ മഞ്ഞ കർട്ടൻസാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ ഉള്ളിൽ കൊടുത്ത് അത്യാവശ്യം സ്പീക്കർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യമുള്ളത് പ്രകാശം കൊടുക്കുന്ന സംഭവങ്ങളൊക്കെ പൈനിയറിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സ്റ്റൈലും സ്ട്രിപ്പ് ലൈറ്റ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഈ ടോൺ സ്ഥിരം പ്രകാശിൽ വരുന്ന ആ റെക്സിൻ തന്നെയാണ് ഇതിലും ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു TV കൊടുത്തിട്ടുണ്ട്. ഇത് ജേട്ടക്കിൻ്റെ ജിങ്കിയുടെ ഏസിയുടെ ആ യൂണിറ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ബ്ലോറ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. വണ്ടി ഓവറോൾ അടിപൊളിയാണ്. നമുക്ക് സുഖമായിട്ട് നല്ല വലിയ ട്രിപ്പൊക്കെ വിളിച്ച് പോകാൻ പറ്റും, നമ്മളെല്ലാം ATP പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇപ്പോൾ എടുക്കുന്ന സമയത്തിൽ കാണുന്നൊക്കെ അത്രയും സമയമായി. അപ്പോൾ TVയുടെ പോർഷൻ, പിന്നെ നമ്മുടെ മൊബൈലൊക്കെ വെക്കാനുള്ള ഹോൾഡർ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ചാർജ് ചെയ്യാനുള്ള ആ ഒരു പോർഷനൊക്കെ ഇത് മുന്നത്തെ വണ്ടികൾ കാലം തൊട്ട് അത് മാറ്റില്ല, അല്ല അത് ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വണ്ടിയുടെ ഇത് നമ്മുടെ ഇതുണ്ടല്ലോ നമ്മുടെ ഫ്രിഡ്ജ് അല്ലെങ്കിൽ എന്താ കൂളർ, അത് വെക്കാനുള്ള ആ ഒരു ഇതാണ് വെച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ഉണ്ടാവും. BRSൽ സെറ്റ് വർക്ക് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഓവറോൾ സെറ്റപ്പ് അറിയുള്ളൂ. ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിലേക്കൊന്ന് പോവാം. ഫ്രണ്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാട്ടിയിട്ട് പിന്നെ നമുക്ക് വണ്ടിയുടെ വെഞ്ചിരിപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ച് എന്നിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ജസ്റ്റ് ഇന്ന് ഫ്രണ്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഫ്രണ്ടിലൊന്നും കാണിക്കാനായിട്ട് മാത്രമൊന്നുമില്ല. അപ്പോൾ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് വണ്ടികളിൽ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അതിലേക്കും നമ്മൾ ഒരുപാട് കടക്കണില്ല. നമ്മുടെ ഹോട്ട് സീറ്റാണ്. സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ കണ്ടാക്കിയ പാർക്കിംഗ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഒരു പ്രത്യേക ഒരു വൈബല്ല. സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ 6+1 ട്രാൻസ്മിഷൻ ആയിട്ടുള്ള ഒരു ഗിയർ നോബൊക്കെ കാണുമ്പോഴേ നമുക്ക് വല്ലാത്തൊരു ഹരാണ്. അപ്പോൾ ഇതൊന്നും കൂടുതൽ ഞാൻ എനിക്ക് കിടക്കണില്ല, ലെങ്ത്ത് കൂടി പോകും. അപ്പോൾ ഇത് നമ്മുടെ ഇത് സ്ഥിരം വരുന്ന ആ ഒരു കൺസോൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും അതിൽ ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ഇവിടെ വരുമ്പോൾ ആ ഒരു സെഡ്ബറോൻ്റെ ആ ഒരു മഴ പെയ്യണ എയർ നല്ല ഇറങ്ങി വരുന്നുണ്ടല്ലേ, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു എമർജൻസി, അതല്ല എയർ വെൻ്റ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം കേട്ടോ, എമർജൻസി എക്സിറ്റ് എന്ന് പറയണ്ട. അപ്പോൾ അവിടെ ഒരു ഫാനുണ്ട്. പിന്നെ ഏസർ വെൻ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് വർക്ക് ചെയ്യാത്ത കാരണം ബ്ലാങ്കറ്റാണ് കിടക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയ്ക്കൊക്കെ അതിലേ ഉള്ളൂ ഇപ്പോൾ പറയാനായിട്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ നമ്മുടെ വെഞ്ചിരിപ്പ് കാര്യങ്ങളിലേക്ക് കിടക്കാം അല്ലേ. അങ്ങനെ ഞങ്ങൾ പള്ളിയിൽ വന്നിരിക്കുകയാണ് കേട്ടോ വെഞ്ചിരിക്കാനായിട്ട്. വണ്ടി കയറ്റിയിട്ടതും പള്ളിയിലെ അച്ഛൻ അദ്ദേഹം വന്നിട്ട് വെഞ്ചിരിപ്പ് തുടങ്ങി. ഏതൊരു വണ്ടി സ്നേഹിയെ സംബന്ധിച്ചും ഇതുപോലെ ഒരു എന്താ സ്വപ്നമായിരിക്കുമല്ലോ ഇതുപോലെ വന്ന് പള്ളിയുടെ തിരുമുറ്റത്ത് എത്തി ഇതുപോലെ തൊഴിയിക്കാനും പ്രാർത്ഥിക്കാനും വെഞ്ചിരിക്കാനൊക്കെ പറ്റുകയെന്ന് പറഞ്ഞാൽ വളരെ ഒരു സന്തോഷമുള്ളൊരു മുഹൂർത്തം. വണ്ടി കണ്ടതും അവിടെയുള്ള ഒരുപാട് പേര് ഓടിക്കൂടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഹൈപ്പർ ഷിഫ്റ്റ് കളറും കൂടിയല്ലേ, പെട്ടെന്ന് എല്ലാവരും അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുള്ള ഒരു കളറാണ് ഇവർ അടിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വെഞ്ചിരിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ധനുഷിക മോളാണ് ഓടി വരുന്നത്. ധനുഷിക ഒരു കൊച്ചു സെലിബ്രിറ്റി കൂടിയാണ്. 50,000-ഓളം ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുള്ള കൊച്ചു സെലിബ്രിറ്റിയാണ്. എല്ലാ ബസ്സിൻ്റെ അടുത്തും പോയിട്ട് അവർ അച്ഛനും അമ്മയും അവരെ കൊണ്ടുപോകും മോളേനെ. രഞ്ജിത്ത് ഭായി അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വൈഫൊക്കെയാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരൊക്കെ ഫുൾ സപ്പോർട്ടറായിരുന്നു കേട്ടോ. നമുക്ക് വീഡിയോ ഒക്കെ എടുത്തു തരാനൊക്കെ അവരെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. അതുപോലെ അച്ഛനും ഇതുപോലെ ഒരു കൊച്ചു സെലിബ്രിറ്റിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അവർ സംസാരിക്കുകയായിരുന്നു, എന്താ മോളുടെ വർത്താനം, എന്താ ഇത്രയും വലിയ സെലിബ്രിറ്റി ആണല്ലോ ഇത്രയും കൊച്ചു പ്രായത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കും അതിൽ ഭാഗവത്താവാൻ പറ്റി ഈ ഒരു നല്ല ഒരു വേളയിൽ. അപ്പോൾ അതിന് ഞാൻ മറഡോണ ഭാഗത്തും താങ്ക്സ് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ നല്ലൊരു നിമിഷത്തിലേക്ക് എന്നെ കൂടിയും ഉൾപ്പെടുത്തിയല്ലോ. അപ്പോൾ എന്നും പ്രാർത്ഥനയിൽ ഞാനും ഉൾപ്പെടുത്തും. അപ്പോൾ ധനുഷിക മോള് എല്ലാവരുമായിട്ട് പെട്ടെന്ന് കമ്പനി ആവുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അവരുടെ അമ്മയും അച്ഛനാണ് ഈ നിൽക്കുന്നത്. എന്തായാലും വേണ്ട മോളുടെ കൊച്ചു മോളെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം. ഇതാണ് നമ്മുടെ സുഹൃത്ത് മറഡോണ ഭായ്. നമസ്കാരം. എങ്ങനെയുണ്ട്? നന്നായി പോണൂല്ലേ? കുറെ വണ്ടികൾ എടുക്കണ്ടല്ലോ, ഇഷ്ടം പോലെ. അപ്പൊ റീസെന്റ് വന്ന ഇപ്പൊ ഈ വണ്ടിയാണ്. അപ്പൊ ഇതിന്റെ ഈ പ്രത്യേകത എന്താ? ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഹൈപ്പർ ഷിഫ്റ്റ് പെയിന്റ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ഹൈപ്പർ ഷിഫ്റ്റ് പെയിന്റ് തന്നിരിക്കുന്നത് നമ്മുടെ പെയിന്റ് ഹൗസ് കേച്ചേരിയവരാണ്. നമസ്കാരം. എന്താ പേര്? ആദർശി. അപ്പൊ ഇതില് ഈ വണ്ടിയിൽ അപ്പോ നിങ്ങളാണല്ലോ പെയിന്റിങ്ങിന്റെ കാര്യങ്ങളൊക്കെ? നമ്മളെ ഷോപ്പിൽ നിന്നാണ് പെയിന്റ് പോയിട്ടുള്ളത്. അതെ അല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ശരിക്കും ഇതിന്റെ ഔട്ടൊക്കെ ശരിക്കും വന്നു വിചാരിച്ച പോലെ? അങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നമ്മൾ എവിടെ കൊണ്ടുപോയിട്ടാലും നമുക്കൊരു മൾട്ടി കളറുള്ളത് ഫീൽ ചെയ്യും. ഒറ്റ കളറല്ല, നമ്മൾ നോക്കുമ്പോൾ ലോങ് നോക്കുമ്പോൾ ഒരു ഒറ്റ കളറാവും. പിന്നെ അതിൽ തന്നെ ഒരു ഗ്രീനും ബ്ലൂവും അങ്ങനെ മൾട്ടി ആയിട്ട് മാറിയുണ്ട്. ഹൈപ്പറിന്റെ പ്രത്യേകത. ഇത് ശരിക്കും ഇപ്പോൾ ആദ്യത്തെ വണ്ടിയാണോ? അതിപ്പോ നമ്മുടെ ബസ് പോണതിൽ ആദ്യത്തെ വണ്ടിയാണ്. നിങ്ങൾ പെയിന്റ് മാത്രം നമ്മുടെ വണ്ടിയുള്ള പെയിന്റിങ് മാത്രമേ ചെയ്യണം. പെയിന്റ് ഷോപ്പാണ്, പെയിന്റ് മാത്രം കൊടുക്കണം. സ്ഥലം എവിടെ? കേച്ചേരി. തൃശ്ശൂർ കേച്ചേരി. താങ്ക് യു താങ്ക് യു. അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ. വേറെ എന്തെങ്കിലും പറയാണ്ടോ? വേറെ സെറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ BRS അല്ലേ? പിന്നെ അത് പോവായി അല്ലേ ഇത് കഴിഞ്ഞ? അതെ ഇപ്പൊ വെഞ്ചിരിപ്പ് കഴിഞ്ഞ് നേരെ ഒരു രജിസ്ട്രേഷൻ ചെയ്യും. കൊടുങ്ങല്ലൂരാണ് രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് നേരെ BRS. ഓക്കെ. ചേട്ടൻ പെയിന്റ് ഹൗസിന് നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ എന്താ പേര്? എൻ്റെ പേര് വിഷ്ണു. എന്താ ഞാൻ ഈ ഫീൽഡിലല്ല വന്നതാണല്ലേ ചേട്ടൻ? അതെ. ഓക്കെ ഓക്കെ. അപ്പോൾ വണ്ടി ഇപ്പോൾ വന്നപ്പോൾ എല്ലാവരും കൂടി വന്നതാണ് കേട്ടോ, കാണാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ താങ്ക് യു താങ്ക് യു. അപ്പോൾ അത്രയും വിവരങ്ങൾ പറഞ്ഞതിൽ. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ മറഡോണ പോയി നമ്മുടെ അടുത്ത് ഇരിക്കുന്നതിന് ഓണറാണ്. എന്ത് പറയണോ? അടിപൊളി. എങ്ങനെയാണ് നമ്മൾ 4ാമത്തെ വണ്ടി ചെയ്യണല്ലേ? നമ്മളെ വണ്ടി ഇറങ്ങുമ്പോ ഒക്കെ നമ്മൾ ഭയങ്കര സപ്പോർട്ടാണ്. ഇവിടെ ഇപ്പൊ 7 വണ്ടി കിടക്കണ്ട അവിടെ. ആകെ ഒരെണ്ണം മാത്രമേ ചേട്ടൻ ചെയ്യാത്തുള്ളൂ. ബാക്കി ഒരെണ്ണം ഡെറാഡയിലുണ്ടായിരുന്ന വണ്ടിയാണ്. ആദ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന വണ്ടിയാണ് ചേട്ടൻ ചെയ്താക്കുന്നത്. ഡെറാഡയുടെ കയ്യിലുള്ള വണ്ടിയും ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താ 12 വീട്ടിലേക്ക് വരാൻ കാരണം?
ട്രെൻഡിങ് അതാണല്ലേ. എല്ലാ പിള്ളേരുകളും എല്ലാരും ഇങ്ങനെ ചേട്ടാ കളറ് വേണമെന്നുള്ളൊരു ആശയത്തോടു കൂടി ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മുടെ ഇപ്പൊ വോൾവോ ഉണ്ടല്ലോ ആ ഒരു സെഗ്മെന്റിൽ അപ്പൊ 2+2 സീറ്റ് ആയിട്ട് വോൾവോന്റെ ഇടയിൽ നിൽക്കുന്നത് ഒരു 12 മീറ്റർ ആണല്ലോ. അങ്ങനെ കളറും കൂടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. ഹൈപ്പർ സ്വിഫ്റ്റ് എന്ന് പറയുന്നത് തോന്നുന്നുണ്ട്. ബസ്സിന് എങ്ങനെ അറിയില്ല. ഇത് നമ്മളിപ്പോ കേച്ചേരിയിലുള്ള ഒരു പെയിന്റ് ഹൗസും അവരാണ് നമ്മൾക്ക് ഈ പെയിന്റ് തന്നിരിക്കുന്നത്. പാക്കേജിനെ കുറിച്ച് പറയാം. പാക്കേജിലാണ് വേളാങ്കണ്ണിക്ക് പോകില്ല. വേളാങ്കണ്ണിക്ക് പോയിട്ടുണ്ട്, വണ്ടി പോയിട്ടുണ്ട്, ഓൾവോ പോയിട്ടുണ്ട്, പിന്നെ 2 വണ്ടി വേളാങ്കണ്ണി പോയിട്ടുണ്ട്, അങ്ങനെ 3 വണ്ടി വേളാങ്കണ്ണി തന്നെ പോയിട്ടുണ്ട്, പിന്നെ ഒരു വണ്ടി കോഴിക്കോട്, അങ്ങനെയൊക്കെ. ഇന്ന് അത്യാവശ്യം ഓട്ടമുണ്ട് ഈ ഞായറാഴ്ച ആയതുകൊണ്ട്. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഇപ്പൊ കുറച്ച് മോശമാണ്. ചേട്ടൻ അറിയാലോ ഇപ്പൊ കുറച്ച് ഒരുപാട് വണ്ടികളായി നമ്മുടെ നാട്ടില്. അപ്പൊ പിടിച്ചു നിൽക്കുന്ന കാര്യമൊക്കെ എളുപ്പമല്ല ഇപ്പോഴത്തെ പേര്. അപ്പൊ പുതിയ വണ്ടികൾ തന്നെ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ പുതിയ വണ്ടികൾ തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ 12 മീറ്റർ നമ്മൾ ധാരാളം ചെയ്തിട്ടുണ്ട്. വീഡിയോസ് ഒക്കെ കാണാൻ നന്നായിരുന്നു. ഇപ്പൊ ലാസ്റ്റ് ഒരു പ്രകാശിൽ ഇറങ്ങിയൊരു R20 നമുക്കറിയാം. പ്രകാശിൽ വെച്ച് കണ്ടിരുന്നു. അതെ അതെ അതെ, നന്നായിരുന്നു. ആളൊരു സ്കേറ്ററൊക്കെയാണ്. അപ്പൊ അതാണ് വണ്ടിയുടെ മുകളിലൊക്കെ അങ്ങനത്തെ ഒരു ആള് സ്കേറ്ററാണോ? ആ സ്കേറ്ററാണ്. ശരി. ആള് പ്രൊഫഷണലി മൂപ്പര് വേറെ പരിപാടിയുണ്ട്, ജോലിയുണ്ട്, എഞ്ചിനീയറാണ്. സ്കേറ്റിങ് മൂപ്പരുടെ ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്തു പോകും. നന്നായിരുന്നു വണ്ടിയുടെ റെഡ് കളറൊക്കെ. ഈ വണ്ടി നന്നായിട്ട് എനിക്ക് തോന്നി, നന്നായിട്ട് തോന്നിയിട്ടുണ്ട്. ഇത് പിന്നെ വലിയടിക്ക് വരാൻ ഒരു ചെറിയൊരു ഇത് തോന്നുന്നു. അങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. കുറച്ച് ഹൈറ്റ് കൂടുതലാണോ ആ ഒരു പ്രശ്നമുള്ളൂ, വേറെ പ്രശ്നമൊന്നും തോന്നുന്നില്ല. വണ്ടി ഓടിക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോ ചെറിയ മഴ, അതന്നെ പുറത്തെ വീഡിയോകളൊക്കെ എടുത്തു മഴയായി. നല്ലൊരു മൂടി കിട്ടിയ അന്തരീക്ഷം. അപ്പൊ നമ്മുടെ സ്ഥലം വരുന്നത് കറക്റ്റ് വണ്ടികൾ ഇടുന്നത് മാളയിലാണ്. മാള അറിയാലോ, പമ്പിലാണ്. എല്ലാ വണ്ടിയും അവിടെ ഇല്ല. വോൾവോ ഒക്കെ നമ്മുടെ അങ്കമാലിലാണ്, തണിയിലാണ് നടക്കുന്നത്. അതിനൊക്കെ എങ്ങനെ പൊട്ടൻ കാര്യങ്ങളൊക്കെ ഇല്ലേ? അത്യാവശ്യം ഓട്ടമുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, വേളാങ്കണ്ണി 2 ചെയ്യുന്ന അത്യാവശ്യം വേളാങ്കണ്ണി ഉണ്ട്. കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടാ വണ്ടി ഓടിച്ചിട്ട്? നല്ല രസമാണ്. ഒരുപാട് വണ്ടി ഓടിച്ചാളൊന്നും അറിയാം. അത് എന്തൊരു ഭാഗ്യം കിട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ ചേസ് പോയപ്പോ അറിയണ്ടായിരുന്നു ഇങ്ങനെ, പക്ഷെ അത് ADP എന്ന് മനസ്സിലായില്ല. ഞാൻ പിന്നെ എന്താന്ന് വെച്ചാൽ കുറെ ഇതിന്റെ ഇടയിൽ ഇറങ്ങിയ വണ്ടി നമ്മൾ ചെയ്യാതിരുന്നോളൂ അല്ലേ? ചോദിച്ചു വണ്ടി കൊടുത്തു. പാലക്കാട് പേര് നമ്മുടെ മാള പോകുന്ന റോഡാണ്. ചെറിയൊരു റോഡാണ്. സ്ഥലങ്ങളോട് ഓടിക്കാം. പിന്നെ ഹൈറ്റ് കൂടിയ വണ്ടി ഇപ്പോഴും പറഞ്ഞപോലെ ഓടിക്കാനായിട്ട്.
ഇതുണ്ടല്ലോ അത് കുറയ്ക്കാനുള്ളതിന്റെ മുന്നിൽ കുറെ അന്വേഷണങ്ങളാണ് ഈ ഒരു ഇത് കിട്ടിയത്. ഇത് യൂനോമിന്റെ എന്ന് പറയുന്ന ഹരിതയുടെ തന്നെ അത് തീറ്റണത് അത്യാവശ്യം നല്ല പുഷ് പാക്കൊക്കെ വീഴും. അപ്പൊ നമ്മുടെ ധൻഷികയുടെ ചേട്ടൻ തന്നെയാണ് കേട്ടോ, നമ്മുടെ അച്ഛൻ തന്നെയാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തു തരുന്നത്. താങ്ക്സ് ഉണ്ട്. നമ്മുടെ എഞ്ചിന്മാർ അദ്ദേഹത്തിന്റെ പേര്, പിന്നെ വൈഫുണ്ട് അദ്ദേഹത്തിന്റെ. അപ്പൊ നമ്മളെക്കാട് ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാരാണോ, ഭയങ്കര സെലിബ്രിറ്റികളാണ്. അവരെ കാണാൻ പറ്റി. മരണോളമായി തന്നെ നമുക്ക് എല്ലാവരും പരിചയപ്പെടുത്തി തന്നെ. ആള് എല്ലാ സെലിബ്രിറ്റികളെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചാണ് ഭയങ്കര റീച്ചായെന്ന് തോന്നണല്ലേ. പിന്നെ 8 വണ്ടിയില്ലേ ഇപ്പൊ? അപ്പൊ നമ്മളിവിടെ വണ്ടി ഉള്ളില് നിർത്തിയിട്ടുണ്ട്. അപ്പോ താങ്ക് യു സോ മച്ച്. മൂപ്പരാണ് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താട്ടോ. മൂപ്പര് ഇപ്പൊ വീഡിയോ എടുക്കാൻ തരണോണ്ടല്ല, ഞങ്ങള് കുറെ കാലമായിട്ട് നല്ല സുഹൃത്തുക്കളാണ്, എപ്പോഴും ഉണ്ട്. അപ്പൊ എന്തായാലും നന്നായി വരട്ടെ, കൂടുതൽ വണ്ടിയിൽ ഇങ്ങനെ എടുക്കാൻ പറ്റട്ടെ. പിന്നെ ഇതില് നമ്മളെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ എന്താ മോളുടെ പേര്? എന്റെ പേര് അശ്വതി. ധൻഷികയും ധൻഷികയുടെ അമ്മ, അതുപോലെ തന്നെ അച്ഛൻ, എല്ലാവരും ഉണ്ട് നമ്മളെ. അതുപോലെ നമ്മുടെ ബാക്കിയുള്ള കുറെ പ്രദേശം ഉണ്ട്. അപ്പോൾ എല്ലായിടത്തും താങ്ക്സ് ഒരിക്കൽ കൂടി പറയാണ്. അപ്പോൾ ഉടനെ മറ്റൊരു ഗംഭീര വീഡിയോ വരാം. അപ്പോൾ ഓട്ടം കാര്യങ്ങളൊക്കെ കൊടുക്കാം, അദ്ദേഹത്തിന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഞാൻ ഇടാം. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക്സ്. ഓക്കെ, ഓക്കെ ബൈ.